ഹലോ, ഞാൻ ലിപിൻ. അപ്പൊ ഞാൻ ഇന്നൊരു സിനിമ കണ്ടു. അതായത് 91 കുഞ്ഞൂട്ടൻ. ആ പടം എന്ന് പറഞ്ഞാൽ മറ്റേ ഗിന്നസ് ബക്കറും പുള്ളിയും അതേപോലെ തന്നെ ടീനി ടോമൊക്കെയാണ് മെയിൻ ആയിട്ട് അതിൽ നടന്മാര്. അതായത് ഗിന്നസ് ബക്കറുമാണ് മെയിൻ നടൻ. അപ്പൊ പടം അത് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് ആര്യൻ വിജയ് എന്ന് പറഞ്ഞ ഒരാളാണ്. എനിക്ക് കൂടുതൽ ഡീറ്റെയിൽ ഒന്നും പുള്ളിനെ കുറിച്ച് അറിയില്ല. എന്തായാലും പടം കണ്ടപ്പോ എനിക്ക് ഗിന്നസ് ബക്കൂന്റെ ഒക്കെ പെർഫോമൻസ് നല്ല രസമായിട്ട് കണ്ടിട്ടുണ്ട്. പുള്ളിക്കാരൻ അതിലെ ഫസ്റ്റ് ഹാഫ് എനിക്ക് കണ്ടപ്പോ ശരിക്കും ഒരു ലാഗോ അങ്ങനെയല്ല. ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോ എന്തോ ഒരു ഇതുപോലെ തോന്നി. കാരണം കോമഡി ഒന്നും അത്ര ഏക്കാത്ത പോലെ, അതായത് ഏക്കാത്ത പോലെ തോന്നി. പക്ഷെ എന്ന് വെച്ച് ഒരു മടുപ്പ് തോന്നിക്കണമെന്ന് ഞാൻ പറയില്ല. പക്ഷെ ഫസ്റ്റ് ഹാഫിന് എന്തോ ഒരു വലിച്ചിന് പോലെ എനിക്ക് തോന്നി. പിന്നെ അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് എന്ന് പറയുമ്പോ മറ്റേ ടീനി ടോമിന്റെ ഒക്കെ എൻട്രി കൂടി പടം വേറൊരു ലെവലിലേക്ക് പോകുന്നുണ്ട്. അതായത് ടീനി ടോമിന് ഇതിലൊരു മല്ലനായിട്ട് കാണുന്നത്. അതായത് ഈ മോഹൻലാലിന്റെ മലൈക്കോട്ട് വാലവനില്ലേ, അതേപോലത്തെ ഒരു മല്ലൻ. അത്രയും മറ്റേ അത്ര ആ രൂപത്തിലല്ല, അതായത് അതേപോലത്തെ ഒരു മല്ലൻ. അതായത് സകല അഭ്യാസം അറിയാവുന്ന ഒരു മല്ലനായിട്ടാണ് ടീനി ടോമിനെ ആദ്യം കാട്ടുന്നത് ഈ പടത്തില്. പിന്നെ അത് കഴിഞ്ഞ് പുള്ളിയുടെ മകനൊക്കെ വരുന്നുണ്ട്. ടീനി ടോം തന്നെയായിട്ട് മകനായിട്ട് വരുന്നുണ്ട്. അവിടെ തുടങ്ങിയാണ് കഥയുടെ ഒരു സെക്കൻഡ് ഹാഫ് തുടങ്ങിയാണ് കഥയുടെ ഒരു രീതിയെ മാറുന്നത്. അതായത് എങ്ങനെ പറയുക, പിന്നെ ഇത് മൊത്തം ഒരു അണ്ടർവേൾഡ് അങ്ങനത്തെ ഒരു സംഭവത്തിലേക്ക് ഈ പടം കൊണ്ടുപോയിട്ടുണ്ട്. അതില് ഇവരൊക്കെ ഡോണുകളൊക്കെ ആയിട്ടാണ് പടത്തില് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും സെക്കൻഡ് ഹാഫ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിലെന്ന് പറഞ്ഞാൽ പടത്തിൽ എന്ന് പറഞ്ഞാൽ മറ്റേ ഗിന്നസ് ബക്കൂന്റെ ഭാര്യയായിട്ട് ഡയാന ഹമീദ്, അത് സീരിയൽ നടിയൊക്കെ ഇല്ലേ, അവരാണ് ചെയ്തത്. അവര് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ രാകേഷ് സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞ ഒരു ആക്ടർ ഉണ്ട്. അത് പുതിയ ആളാണെന്ന് ഞാൻ കണ്ടിട്ടില്ല. അവരൊന്നും പുള്ളിക്കാരൻ ഗംഭീരമായിട്ട് പുള്ളിക്കാരന്റെ റോൾ ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഗിന്നസ് ബക്കൂന്റെ, അതായത് പുള്ളിയുടെ ഒരു സഹായോ പുള്ളിയുടെ അതേപോലെ തന്നെ പാർട്ട്ണറായിട്ടുള്ള ഒരു പുള്ളി നല്ല കീഴിലെ ഫൈറ്റും കാര്യങ്ങളൊക്കെ ഈ പടത്തില് ക്ലൈമാക്സിലുണ്ട്. എന്തായാലും രസമായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റേ കോട്ടയം രമേശ്, ആ പുള്ളി ഇതില് ഗിന്നസ് ബക്രൂന്റെ അപ്പനായിട്ടാണ് അഭിനയിച്ചത്. പുള്ളി കൊള്ളാം. കാരണം പുള്ളീനെ തൊട്ട് കളിച്ചിട്ടാണ് ഇവിടെ ഫൈറ്റും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത് തന്നെ. പിന്നെ ഗിന്നസ് ബക്രൂൺ അതെന്ന് പറഞ്ഞാൽ ഈ പ്രേമവും കാര്യങ്ങളൊക്കെ ഇതിന് വരുന്നുണ്ട്. പക്ഷെ അതൊന്നും വലിയ മോശമായിട്ട് തോന്നുള്ളൂ. അതായത് ഗിന്നസ് ബക്രൂക്കെ കല്യാണം കഴിക്കുന്ന ഒരു ഇതൊക്കെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവരുടെ ദാമ്പത്യത്തിലുണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ ഒരുമാതിരി പടം കാട്ടുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതില് വേറെ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട് കേട്ടോ. അതായത് ഷൈജു ശ്രീധർ പുള്ളി ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നോബി മാർക്കോസ്, അതേപോലെ തന്നെ മറ്റേ പുള്ളി ഉണ്ടല്ല, പുള്ളിയുടെ ഒപ്പമുള്ള ഒരു പുള്ളിയുണ്ട്. അയ്യോ എനിക്ക് ബിനു അടിമാലി ഇതില് പുള്ളിക്കാരനും റോള് നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു വൺ ടൈം വാച്ചുകളായിട്ട് തിയേറ്ററിൽ കാണാവുന്ന ഒരു പടമാണ് 91 കുഞ്ഞൂട്ടൻ. സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നില്ലേ, അതായത് ഇത് കംപ്ലീറ്റ് ഒരു അണ്ടർവേൾഡ് സെറ്റപ്പിലേക്ക് പോണ പോലെയാണ് ഈ പടത്തിന്റെ കൊണ്ടുപോയിരിക്കുന്നത്. അതൊക്കെ രസമായിട്ട് എന്തായാലും തിയേറ്ററിൽ കാണാൻ പറ്റി. എന്തായാലും പടം കൊള്ളാം, നല്ലൊരു പടം. അപ്പൊ